വെക്റ്റർ ആറ്റം മോഡൽ. ജെ തോംസൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി തന്നെ ആറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനവും ആരംഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ തിയറീസ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ ആയിരുന്നു. കാരണം ഇലക്ട്രോൺ കണ്ടുപിടിച്ചതോടുകൂടി നമുക്ക് ഇലക്ട്രോണുമായി ബന്ധപ്പെട്ടുള്ള കുറേ പ്രോപ്പർട്ടീസുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റി. അതെന്തിലേക്കാണ് പോകുന്നത്? ഒരു ആറ്റോമിക് സ്ട്രക്ചറിലേക്ക്, ആറ്റത്തിനെ കുറിച്ച് പഠിക്കാനുള്ള സ്ട്രക്ചറിനെ, അല്ലെങ്കിൽ ആറ്റോമിക് സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനുള്ള കുറേ തിയറീസിലേക്കാണ് അത് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ, മെയിനായിട്ട് നമ്മൾ കണ്ടെത്തുന്നത് എന്താണ് ആറ്റം എന്നുള്ളൊരു ഡെഫിനിഷനിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. ആറ്റംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ്. അങ്ങനെ പറയണമെങ്കിൽ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്ത് വേണം? ഒരു പോസിറ്റീവോ നെഗറ്റീവോ ആറ്റംസ് നമുക്ക് കിട്ടണം. എങ്ങനെയാണ് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആറ്റം, അത് മറ്റൊരു ആറ്റത്തിൻ്റെ എലമെൻറ്റിലേക്ക് ട്രാൻസ്ഫർമേഷൻ നടത്താണ്. അങ്ങനെ ട്രാൻസ്ഫർമേഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈ എമിഷൻ മൂലമാണ് ഈ ട്രാൻസ്ഫർമേഷൻ നടത്തുന്നത്. ഈ എമിഷനോട് കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് പാർട്ടിക്കിൾസ് ആയിരുന്നു. അതായത് ഒരു ആറ്റത്തിൻ്റെ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് മറ്റൊരു ആറ്റത്തിൻ്റെ മറ്റൊരു എലമെൻറ്റിലേക്ക് ട്രാൻസ്ഫർമേഷൻ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രാൻസ്ഫർമേറ്റ് ആവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എമിഷൻ, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നടത്തുന്നതെന്ന് ചോദിച്ചാൽ ബൈ എമിഷൻ. ആ എമിഷനിലൂടെ പോകുന്ന മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് പാർട്ടിക്കിൾസ് ആയിരുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനൊരു എമിഷൻ ഈ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പാർട്ടിക്കിൾസ് ഉണ്ടാവണമെങ്കിൽ ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് കൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു സംഭവമാണ്. അങ്ങനെ ഉള്ളതുകൊണ്ടാണ്, അതിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അത് എമിറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദ ആറ്റംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പാർട്ടിക്കിൾസ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ജെ തോംസൺ ഫസ്റ്റ് മോഡൽ, ഒരു സിമ്പിൾ മോഡൽ ഫോർ ആറ്റം ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊപ്പോഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ചാർജ്ഡ് സ്പിയർ, ഈ ഒരു സ്പിയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ സ്പിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് സ്പിയറാണ്. ഈ സ്പിയറിൻ്റെ ഇടയിലാണ് ഇലക്ട്രോണിനെ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു പ്രത്യേക ഓർഡറിലൊന്നുമല്ല, പ്രത്യേക അറേഞ്ച്മെൻറ്റും അല്ല. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പിയർ ഓഫ് ഇലക്ട്രോണിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പോസിറ്റീവ് ചാർജ്ഡ് സ്പിയറിലാണ്. ഈ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10⁻⁻10 മീറ്ററാണ്. അതായത് ആങ്സ്ട്രോം ലെവലിലുള്ള ഒരു സ്പിയർ, ആ സ്പിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഈ സ്പിയറിലാണ് ഇലക്ട്രോണെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് പ്ലം മോഡൽ എന്നാണ് ഇതിനെ പറയുക. പക്ഷേ ഈ തിയറി ഫെയിൽഡ് ആയിരുന്നു. കാരണം ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിലോ അല്ലെങ്കിൽ മറ്റുള്ള എലമെൻസിൻ്റെ കേസിലോ ഉള്ള ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് തന്നെ ഈ തിയറി ഫെയിൽഡായി. അതിനുശേഷം 1911 റൂദർഫോർഡ്, നമുക്കറിയാം റൂദർഫോർഡ് ഏത് തിയറിയുമായി അല്ലെങ്കിൽ ഏത് മോഡലുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് നമുക്കറിയാം, ആൽഫ സ്കാറ്ററിങ്. ആൽഫ സ്കാറ്ററിങ്ങിൻ്റെ പ്രത്യേകത എന്താ? ഒരു ആൽഫ പാർട്ടിക്കിൾസ് വരുന്നു, ഇവിടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട്. പോസിറ്റീവ് ആൽഫ പാർട്ടിക്കിളിൻ്റെ ചാർജ് എന്ന് പറഞ്ഞത് നമുക്കറിയാം പോസിറ്റീവാണ്. ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള റീജിയനിലേക്ക് വരുന്നു. അതെത്തും തോറും ഇതിൻ്റെ പാത്തിന് ഡീവിയേഷൻ സംഭവിച്ച് അതെന്ത് ചെയ്തു? സ്കാറ്റേഡ് ചെയ്തു പോയി. ദിസ് ഈസ് ദ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിങ്. ഈ ഒരു തിയറി വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റീജിയന് പകരം, നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സ്പിയറാണ് നമ്മൾ കൺസിഡർ ചെയ്തത്, ഈ സ്പിയറിന് പകരം ഒരു ചെറിയൊരു റേഞ്ചിൽ മാത്രമാണ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്തിട്ടുള്ളത്?
കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ന്യൂക്ലിയസ്. ഓക്കെ, മാത്രമല്ല അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 10⁻⁻15 ആണ്. അതായത് ഫെർമി ഓർഡറിൽ റേഞ്ചിലുള്ള റേഡിയസ് ഉള്ള ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു റീജിയൻ. ആ റീജിയനെ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസ് ഒരു പ്രത്യേക പൊസിഷനിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സ്പിയറിൽ ഒരു ചെറിയൊരു പോർഷനിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റൂദർഫോർഡ് സ്കാറ്ററിംഗ് പ്രകാരം. അതായത് പോസിറ്റീവ് ചാർജ് ഓഫ് ആറ്റം ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ത്രൂ ഔട്ട് ദ റീജിയൻ ഓഫ് ദ സൈസ് ഓഫ് ദ ആറ്റം. ഈ രീതിയിലാണ് അദ്ദേഹം ഇതിനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ അപ്പോൾ ഒരു സ്പിയർ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഇതിന് ചുറ്റും ഒരു നെഗറ്റീവ് പാർട്ടിക്കിൾസ്. ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് റൂദർഫോർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. റൂദർഫോർഡിൻ്റെ ആറ്റത്തിൻ്റെ മോഡൽ വെച്ചിട്ട്. പക്ഷേ ഈ ഒരു തിയറിയും ഫെയിൽഡായിപ്പോയി. കാരണം ഒരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം ഇറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻ യൂസിങ് ദിസ് തിയറി. മാത്രമല്ല ഒരു ഡിസ്ക്രീറ്റ് ആറ്റോമിക് സ്പെക്ട്രൻ്റെ കേസിലുള്ള കാര്യങ്ങളും, ഡിസ്ക്രീറ്റ് എന്ന് പറയാൻ നമുക്കറിയാം, ഇറ്റ് ഈസ് ഒബ്സർവബിൾ. അതായത് രണ്ട് ലൈനുകൾ തമ്മിൽ ഒരു പ്രത്യേക ഡിഫറൻസ് നമുക്ക് കൂട്ടിമുട്ടാത്ത അല്ലെങ്കിൽ ജോയിൻ്റ് ആവാത്ത, ക്ലോസ് ടു ഈച്ച് അതർ ആവാത്ത, നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെക്ട്രൻ്റെ കേസിലുള്ള കാര്യങ്ങളും ഇത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. 1913 നീൽസ് ബോർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് റൂദർഫോർഡിൻ്റെ ഈ മോഡലിനെ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞത് ഈ ഒരു കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു റൂദർഫോർഡിൻ്റെ കേസിൽ. ആ ലിമിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പുതിയൊരു തിയറി മോഡിഫൈ ചെയ്തത്. ഈ ഒരു തിയറി വെച്ചിട്ട് so many properties of the atomic spectra can be calculated. അതായത് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത തിയറി, ആ തിയറി വെച്ചിട്ട് കുറേയധികം പ്രോപ്പർട്ടീസ്, അറ്റോമിക് സ്പെക്ട്ര വെച്ചിട്ട് കുറേയധികം പ്രോപ്പർട്ടീസ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്താൻ പറ്റി ബോർസിന്. മാത്രമല്ല അറ്റോമിക് ഫിസിക്സിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ബോർ യൂസ് ചെയ്തത് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെയും ക്വാണ്ടം തിയറിൻ്റെയും ഒരു മിക്സ്ചറായിട്ടുള്ള ഒരു തിയറി ആയിരുന്നു അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്വാണ്ടം തിയറി യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കുറേയധികം പ്രോപ്പർട്ടീസ് നമുക്കിവിടെ നീൽസ് ബോറിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയിരുന്നത്. മാത്രമല്ല ഇറ്റ് ഈസ് എ ബേസിക് ഫൗണ്ടേഷൻ ഓഫ് ദ ലേറ്റർ ഡെവലപ്മെൻറ്റ് ഓഫ് ആറ്റോമിക് ഫിസിക്സ്. ബേസിക് ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ ഈ തിയറിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ക്വാണ്ടം തിയറിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത്. പക്ഷേ ഇതിലും കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം കംപ്ലീറ്റ് പിക്ചർ ഓഫ് ദ ആറ്റംസ് കനോട്ട് ബി ഡിസ്കസ്ഡ് ഫ്രം ദിസ് തിയറി. അതിനുള്ള കാരണം ക്ലാസിക്കൽ തിയറിയും ക്വാണ്ടം തിയറിയും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ക്ലാസിക്കൽ തിയറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ആറ്റംസ്, കുറേയധികം പ്രോപ്പർട്ടീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കംപ്ലീറ്റ് പിക്ചറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബോർസ് തിയറി മോഡൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനുശേഷം സോമർഫീൽഡ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ബോർ മോഡലിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബോർ പറഞ്ഞത് ഇലക്ട്രോൺ വിൽ റിവോൾവിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സോമർഫീൽഡ് പറഞ്ഞത് റിവോൾവ് ചെയ്യുന്നുണ്ട് ബൈ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്നതായിട്ട് മാറ്റി. മാത്രമല്ല ഇലക്ട്രോൺസിനും ന്യൂക്ലിയസിനും ഒരു സ്പിന്നിങ് മോഷൻ ഉണ്ട് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതിൻ്റെ ഓൺ ആക്സിസിൽ, അതുപോലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് അതിൻ്റെ ഓൺ ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സ്പിന്നിങ് മോഷൻ. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള മോഷനാണ്, ഓർബിറ്റൽ മോഷനും സ്പിന്നിങ് മോഷനും ഇവിടെ വന്നു. ഈ ഒരു മോഡലിനെ പറയുന്ന പേരാണ് ബോർ സോമർഫീൽഡ് മോഡൽ എന്നാണ് പറയാം.
ഇത് വെച്ചിട്ട് വീണ്ടും കുറേ കാര്യങ്ങൾ ബോർ മോഡൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ വീണ്ടും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് ഫൈൻ സ്ട്രക്ചർ ഓഫ് സ്പെക്ട്രൽ ലൈൻ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഫൈൻ സ്ട്രക്ചർ ലൈനിനെ കുറിച്ചും അതിൻ്റെ റിലേറ്റീവ് ഇൻറ്റൻസിറ്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നടത്താൻ പറ്റില്ല. മാത്രമല്ല സീമാൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ്, അനോമലസ് സീമാൻ എഫക്റ്റ്, ഈ കാര്യങ്ങളൊന്നും ഈ ഒരു തിയറി വെച്ച് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ലിമിറ്റേഷനിൽ നിന്ന് ഒരു പുതിയൊരു മോഡലിൽ കൊണ്ടുവരാണ്, ദാറ്റ് ഈസ് കോൾഡ് വെക്ടർ ആറ്റം മോഡൽ. ഈ മോഡൽ വെച്ച് നമുക്ക് സീമാൻ എഫക്റ്റും സ്റ്റാർക്ക് എഫക്റ്റും അതുപോലെ അനോമലസ് സീമാൻ എഫക്റ്റും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മോഡൽ ഈസ് കോൾഡ് വെക്ടർ ആറ്റം മോഡൽ. വെക്ടർ ആറ്റം മോഡലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയുന്നതും സോമർഫീൽഡ് മോഡൽ തന്നെയാണ്. കാരണം ഇലക്ട്രോൺ എന്ന് പറഞ്ഞത് ഒരു ആറ്റത്തിൻ്റെ കേസിലുള്ള ഇലക്ട്രോണിന് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റും ഉണ്ട്, അതുപോലെ സ്പിൻ ആംഗുലാർ മൊമെൻറ്റും ഉണ്ട്. സ്പിന്ന് കിട്ടുന്നത് സ്പിന്നിങ് മോഷനാണ്. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റും കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ എലിപ്റ്റിക്കൽ പാത്ത് വരെയുള്ള മോഷൻ കൊണ്ടാണ്. ഈ രണ്ട് ആംഗുലാർ മൊമെൻറ്റും വെച്ച് നമുക്ക് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം നമുക്ക് കണ്ടെത്താൻ പറ്റും. ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം, അതായത് വെക്ടർ മോഡൽ സജസ്റ്റ് ചെയ്ത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ദ ടോട്ടൽ വെക്ടർ ആറ്റം മോഡൽ അല്ലെങ്കിൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഈക്വൽ ടു ദ സമ്മേഷൻ ഓഫ്, വെറും സമ്മേഷൻ അല്ല, വെക്ടർ സമ്മേഷൻ ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റ് ആൻഡ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റ് എന്നാണ് വെക്ടർ ആറ്റം മോഡൽ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ദ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഈസ് ദ സമ്മേഷൻ ഓഫ്, വെക്ടർ സമ്മേഷൻ ഓഫ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ആൻഡ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം. എന്താണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം, എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. സ്പേസ് കോണ്ടൻസേഷൻ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ് മൂലം ഉണ്ടാകുന്ന ഒന്നാണ് ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. അത് കണ്ടെത്താനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് വെക്ടർ എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 എച്ച് കട്ട്. എച്ച് കട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് എച്ച് ഡിവൈഡ് ബൈ 2π. എൽ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ, ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ. 4 തരത്തിലുള്ള കോണ്ടന്റ് നമ്പറാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൽ സ്പിൻ കോണ്ടന്റ് നമ്പർ, ഓർബിറ്റൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം. അപ്പോൾ അതിൽ ഓർബിറ്റൽ കോണ്ടന്റ് നമ്പറാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ സെഡ് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞത് നമ്മൾ സെഡ് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഡയറക്ഷനിലുള്ള ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൽ സെഡ് ഈക്വൽ ടു എം എൽ എച്ച് കട്ട്. അതിൽ എം എൽ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറാണ്. ഹൗ ക്യാൻ യു ഫൈൻഡ് ദാറ്റ് ഈസ് എം എൽ ഈക്വൽ ടു minus L plus 1 etc. 0 etc. L minus 1 L, അതായത് 2L plus 1 വാല്യൂസ് അല്ലെങ്കിൽ അത്രയും ഓറിയൻറ്റേഷൻ ഉള്ള ഒന്നാണ് ഈ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ പറഞ്ഞാൽ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1. എത്ര ഓറിയൻറ്റേഷൻ എന്ന് ചോദിച്ചാൽ ML, അതായത് 2L plus 1 ആയിരിക്കും. ഇനി സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് ടോട്ടൽ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ഇൻറ്റു എസ് പ്ലസ് 1 എച്ച് കട്ട്. ഇതിൽ എസ് എന്ന് പറയുന്നത് സ്പിൻ കോണ്ടന്റ് നമ്പറാണ്. സാധാരണ ഇലക്ട്രോണ് 2 തരത്തിലുള്ള അലൈൻമെൻറ്റാണ് ഉണ്ടാവുക, ഒന്ന് അപ്പ് ഡയറക്ഷനും ഒന്ന് ഡൗൺ ഡയറക്ഷനും. അപ്പ് ഡയറക്ഷനിൽ സ്പിൻ കോണ്ടന്റ് നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും +1/2 ആയിരിക്കും, ഡൗൺ ഡയറക്ഷനിൽ എപ്പോഴും -1/2 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡും. മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ സെഡ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു ഡയറക്ഷൻ അത് തീറ്റയാണെങ്കിൽ ദാറ്റ് കോസ് തീറ്റ ഈക്വൽ ടു എൽ സെഡ് ഡിവൈഡ് ബൈ എൽ, ദാറ്റ് ഈസ് എം എൽ എച്ച് കട്ട് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1. എച്ച് കട്ടും ക്യാൻസൽ ചെയ്ത് പോയി. ദാറ്റ് ഈസ് കോസ് തീറ്റ ഈക്വൽ ടു എം എൽ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1. അപ്പോൾ
തീറ്റയുടെ വാല്യൂ, തീറ്റ എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ, അവ തമ്മിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയിൽ കിട്ടും. ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എം എൽ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 എന്ന് നമുക്ക് കിട്ടും. ദെൻ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം, അപ്പോൾ നമ്മൾ സ്പിന്നിൻ്റെയും ഓർബിറ്റൽ മോഷൻ്റെയും കേസിലുള്ള ആംഗുലാർ മൊമെൻറ്റം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഈക്വൽ ടു ജെ ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് കട്ട് എന്നതായിരിക്കും. ജെ കണ്ടെത്തുന്നത് അക്കോർഡിംഗ് ടു വെക്ടർ ആറ്റം മോഡൽ ജെ ഈക്വൽ ടു എൽ പ്ലസ് എക്സ് ഓർ എൽ മൈനസ് എക്സ്. രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. എൽ പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ പാരലൽ ആവുന്ന കേസ്, എൽ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി പാരലൽ, അതായത് സ്പിൻ മോഷനും അതുപോലെ ഓർബിറ്റൽ മോഷനും പാരലൽ ആവുന്ന കേസിലും അതുപോലെ ആൻറ്റി പാരലൽ ആവുന്ന കേസും വെച്ച് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം വെക്ടർ സമ്മേഷൻ ആണല്ലോ. അപ്പോൾ എൽ പ്ലസ് എക്സ് ഓർ എൽ മൈനസ് എക്സ്. മാത്രമല്ല ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം സ്പേസ് കോണ്ടൻസേഷൻ ആണ്. സോ ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഇറ്റ് വിൽ ബി എ സ്പേസ് കോണ്ടൻസേഷൻ. 2j+1 വാല്യൂസ് ഉണ്ടാവും എം ജെക്ക്, അതായത് ഒരു പർട്ടിക്കുലർ ജെക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് ജെ പ്ലസ് 1 എക്സെട്ര 0 എക്സെട്ര ജെ മൈനസ് 1 ജെ. 2j+1 വാല്യൂസ് അലോഡ് ആയിട്ടുള്ള കേസാണ് എന്ത്, ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇഫ് എൽ ഇസ് ഈക്വൽ ടു 1, എൽ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഒരു പി സ്റ്റേജ്, ഒരു സിംഗിൾ ഇലക്ട്രോണാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൽ ഇസ് ഈക്വൽ ടു 1. അതെങ്ങനെ കാണുന്നത്, എസ് പി ഡി എഫ് 0 1 2 3 ഈ രീതിയിലാണ് നമ്മളത് ഡിസ്കസ് കാണുന്നത്. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പി സ്റ്റേജ് സിംഗിൾ ഇലക്ട്രോൺ ആണ്. സിംഗിൾ ഇലക്ട്രോൺ എപ്പോഴും ആദ്യം ഒക്യുപ്പൈ ചെയ്യുക അപ്പ് ഡയറക്ഷനിലായിരിക്കും. സോ എസ് ഇസ് ഈക്വൽ ടു 1/2. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു വെക്ടർ ആറ്റം മോഡൽ ജെ ഈക്വൽ ടു എൽ പ്ലസ് എക്സ് ഓർ എൽ മൈനസ് എക്സ്, ദാറ്റ് ഈസ് 3/2 or 1/2. This is the value for the J. Okay, this is the value for the J എന്ന് നമുക്ക് എഴുതാം. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം എൽ ആൻഡ് അലോഡ് വാല്യൂസ് ഓഫ് എൽ സെഡ് ആൻഡ് തീറ്റ ഫോർ ദ ഹൈഡ്രജൻ ആറ്റം ഇൻ എൽ ഇസ് ഈക്വൽ ടു 3 സ്റ്റേജ്. എൽ ഇസ് ഈക്വൽ ടു 3 ആണ്. സോ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 12. ഇനി അലോഡ് വാല്യൂസ് കാണാൻ വേണ്ടി എൽ സെഡ് ഇസ് ഈക്വൽ ടു എം എൽ എച്ച് ക്രോസ്. എം എൽ എന്ന് പറഞ്ഞാൽ എൽ ഇസ് ഈക്വൽ ടു 3 ആണ്. സോ എം എൽ എന്ന് പറഞ്ഞാൽ 2l പ്ലസ് 1 ദാറ്റ് ഈസ് 2 ഇൻറ്റു 3 പ്ലസ് 1 ദാറ്റ് ഈസ് 7 വാല്യൂസ് ഉണ്ടാവും. ദാറ്റ് ഈസ് -3 -2 -1 0 1 2 3. Then according to LZ -3, according to this equation, LZ will get -3 h cut -2 h cut -h cut 0 h cut 2 h cut 3 h cut respectively. അപ്പോൾ ഓരോ എം എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അലോഡ് വാല്യൂസ് ഓഫ് എൽ സെഡ് നമ്മൾ കണ്ടെത്തി. ദെൻ അടുത്തത് നമുക്ക് അലോഡ് വാല്യൂസ് ഓഫ് തീറ്റ ആണ്. തീറ്റ കാണാനുള്ള ഇക്വേഷൻ തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എം എൽ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ആണ്. എം എൽ ഇസ് ഈക്വൽ ടു 3 ആവുമ്പോൾ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 എത്രയാണ്, ഇതിൽ നമുക്കിങ്ങനെ ഒന്നുകൂടി ലഘൂകരിച്ച് ചെയ്താൽ കോസ് ഇൻവേഴ്സ് എം എൽ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 12. അപ്പോൾ എം എൽ മാറ്റി കൊണ്ടുവയ്ക്കുക, 3 കൊടുക്കുക, അപ്പോൾ 30 ഡിഗ്രി കിട്ടും. 2 കൊടുത്താൽ 54.8, അങ്ങനെ 1 കിട്ടിയ 73.2, 90 ഡിഗ്രി 107, 125, 150. ഇത്രയായിരിക്കും നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടുക. ദിസ് ഈസ് ദ അലോഡ് വാല്യൂസ് ഓഫ് തീറ്റ ഫോർ corresponding ML is equal to 3, 2, 1, 0, -1, -2, -3 respectively. Okay, അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഡിറ്റർമൈൻ ദ പോസിബിൾ അലോഡ് സ്റ്റേറ്റ് ഫോർ ദ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n is equal to 3 of hydrogen atom. Calculate the energy of this state. n is equal to 3 ആണെങ്കിൽ ഓർബിറ്റൽ സ്പിൻ ക്വാണ്ടം നമ്പർ നമുക്ക് കാണാം 0, 1, 2, 3 എക്സെട്ര n-1 ആയിരിക്കും എല്ലിൻ്റെ വാല്യൂസ് വരിക. ദാറ്റ് ഈസ് 0, 1, 2. ദെൻ n is equal to 3, l is equal to 0 ആണെങ്കിൽ ml is equal to 0, ദാറ്റ് ഈസ് 3x. n is equal to 3, അടുത്ത കണ്ടീഷൻ എടുക്കുക, l is equal to 1, അപ്പോൾ ml 3 വാല്യൂസ് ഉണ്ടാവും, ദാറ്റ് ഈസ് കോൾഡ് 3p. n is equal to 3, l is equal to 2, ml is equal to 5 വാല്യൂസ്, ദാറ്റ് ഈസ് 3d. അപ്പോൾ
3x കറസ്പോണ്ടിങ് ആയിട്ട് 1, 3p കറസ്പോണ്ടിങ് ആയിട്ട് 3, 3d കറസ്പോണ്ടിങ് ആയിട്ട് 5, മൊത്തം 9 സ്റ്റേജ് ഈസ് അവൈലബിൾ ഫോർ n is equal to 3. അതായത് മൂന്നാമത്തെ ലെവലിലെ എനർജീൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് എത്രയാണ്? 9 ലെവലുകളായിട്ട് സ്പ്ലിറ്റിംഗ് നടക്കും. ദെൻ എനർജി, ഈ 9 സ്റ്റേജിൻ്റെയും എനർജി, കാരണം n is equal to 3 ആണ്, കോമൺ ആണ്. സോ ഈ 9 സ്റ്റേജിനും ഒരു സിംഗിൾ എനർജി ആയിരിക്കും ഉണ്ടാവുക. ദാറ്റ് ഈസ് En is equal to minus 13.6 divided by n square EV, that is minus 13.6 divided by 3 square, that is 9, that is minus 1.51 electron volt. ഓക്കെ, അപ്പോൾ 9 സ്റ്റേജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലെവലിൽ 9 സ്റ്റേജ്, അതിലൊരു സ്റ്റേജ് 3s ആണ്, 3 സ്റ്റേജ് 3p ആണ്, 5 സ്റ്റേജ് 3d ആണ്. അതിൻ്റെ എല്ലാം എനർജി എന്ന് പറയുന്നത് ഈക്വലാണ്. ആ ഒരു പ്രോസസ്സ് സെയിം എനർജി വരുന്ന സ്റ്റേജിന് നമ്മൾ എന്താ ചെയ്യുക? ഡീജനറസി എന്നാണ് പറയുക. ഡീജനറസി. ഇപ്പോൾ ഡീജനറസി സംഭവിക്കുന്നുണ്ട്. 9 ലെവലുകളായിട്ടാണ് ഇവിടെ, അല്ലെങ്കിൽ 9 സ്റ്റേജ് ആയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ചെയ്യുന്നത് ഫോർ ലെവൽ n is equal to 3. അപ്പോൾ n is equal to 3 എന്ന് പറയുന്ന ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് 9 സ്റ്റേജ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് 1.51 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു സ്പെക്ട്രൽ നൊട്ടേഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.